3,50,000 പരം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ താങ്കൾക്കുണ്ട്. അതുപോലെ ഫേസ്ബുക്കിൽ 3,61,000 പരം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ ബിജു മോഹൻ യൂട്യൂബ് ചാനൽ വന്നാൽ താങ്കൾ അതിൽ കാണാറില്ല. അതിൻ്റെ പിന്നണിയിലാണുള്ളത്. വളരെ ഗൗരവപരമായ വിഷയങ്ങളെപ്പറ്റി പല എക്സ്പേർട്സും സംസാരിക്കുന്നതാണ് ആ ചാനൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബിജു മോഹൻ ചാനലിന് പിന്നിലുള്ള ബിജു മോഹനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ജനിച്ചതും വളർന്നതും വഞ്ചിയൂരാണ്. ഞാൻ പഠിച്ചത് വഞ്ചിയൂർ ഗവൺമെൻറ് സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ. ഹൈസ്കൂൾ പഠിച്ചത് ഞാൻ SMV ഹൈസ്കൂളിലാണ്. പ്രീ ഡിഗ്രി ആർട്സ് കോളേജിലും ബിരുദം ഞാൻ ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിലുമാണ്. പിന്നീട് സയൻസ് കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ എൻ്റെ PG ഡിപ്ലോമ ചെയ്തത്. അത് സീഡിറ്റിൽ നിന്നാണ്. 2002 ഞാൻ എൻ്റെ ഡിപ്ലോമ പൂർത്തിയാക്കിയിട്ട് സീഡിറ്റിൽ കുറച്ച് നാൾ ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻസ് മാഗസീൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ശാസ്ത്ര കൗതുകം. അതിൻ്റെ ഫസ്റ്റ് സീസണിൽ ഞാനൊരു വിദ്യാർത്ഥി ഇരുന്നതായിട്ട് ഞാൻ ആ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതേ പ്രോഗ്രാമിൻ്റെ 2ാമത്തെ സീസണിൽ പ്രൊഡ്യൂസറായിട്ട് ജോയിൻ ചെയ്യാൻ എനിക്ക് പറ്റി. സീഡിറ്റിൽ ഞാൻ 2 വർഷം പ്രൊഡ്യൂസറായി വർക്ക് ചെയ്തിട്ട് ഡൽഹിയിൽ ഞാൻ വിജ്ഞാൻ പ്രസാറിൽ ഒരു ടെക്നിക്കൽ ഓഫീസറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ UP ജഹാംഗീറാബാദ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് അവിടെ നിന്ന് ഒഴിയുന്നത്. അതിനിടയ്ക്ക് വീണ്ടും ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഡൽഹിയിലേക്ക് തിരികെ പോയി വിജ്ഞാൻ പ്രസാറിൽ വർക്ക് ചെയ്തു പ്രൊജക്ട് ഓഫീസറായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2012 കൂടിയാണ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ ഞാൻ വരുമ്പോൾ അമൃത യൂണിവേഴ്സിറ്റിയിൽ കൊല്ലത്ത് അവിടെ ക്യാമ്പസിൽ ലേണിംഗ് റിസർച്ച് ലാബിലെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അതിനുശേഷം കോഴിക്കോട് മീഡിയ വൺ എന്ന് പറയുന്ന ടെലിവിഷൻ സ്ഥാപനത്തിൻ്റെ ഒരു മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ ഡയറക്ടറായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഞാൻ 5 വർഷത്തോളം പ്രവർത്തിച്ചു. 2018 ഞാൻ മീഡിയ വണ്ണിൻ്റെ അക്കാഡമി ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു. തിരുവനന്തപുരത്ത് ഞാൻ വന്നിട്ട് സീഡിറ്റിൽ കൺസൾട്ടൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എന്നെ അപ്പോയിൻ്റ് ചെയ്തത് ഹരിതകേരള മിഷനിലാണ്. ഹരിതകേരള മിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാംസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ്. അവിടെ ഞാൻ 2002 കൂടി സീഡിറ്റുമായിട്ടുള്ള എൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയും ഇപ്പോൾ ഞാൻ പൂർണ്ണസമയം കണ്ടൻറ് ക്രിയേറ്ററാണ്, യൂട്യൂബറാണ്. ഇപ്പോഴും പണിയില്ലേ എന്നൊക്കെ എൻ്റെ അമ്മ എപ്പോഴും സങ്കടപ്പെടാറുണ്ട്. ഇവനൊരു പണിയുമില്ലല്ലോ ഇപ്പോൾ ഒന്ന്, ഞാനൊരു യൂട്യൂബറാണെന്ന കാര്യം അംഗീകരിക്കാൻ ഏറ്റവും പ്രയാസം എൻ്റെ അമ്മയ്ക്കാണ്. നിനക്കൊരു സ്ഥിര വരുമാനമുള്ളൊരു ജോലി ഉണ്ടാക്കിക്കൂടെ എന്ന് അമ്മയിലേക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊരു പാഷനാണ്. ഇപ്പോൾ ഫുൾ ടൈം ഞാൻ യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പോൾ ഈ ഫുൾ ടൈം യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റർ ആയ ശേഷം എല്ലാം വളരെ എളുപ്പമായിരുന്നിരിക്കില്ലല്ലോ. ഇപ്പോൾ ഈ ഇത്രയും 2,53,000 സബ്സ്ക്രൈബേഴ്സ് വരുന്ന ആ ഒരു നില വരെ എത്തുന്ന അതെങ്ങനെയായിരുന്നു? ആ ജേണിയെ പറ്റി ഒന്ന് ചുരുക്കത്തിൽ പറയാമോ? ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് 2008 അന്ന് ഞാൻ ജഹാംഗീറാബാദ് മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനാണ്. അപ്പോൾ അവിടെ ഞാൻ പഠിപ്പിച്ചിരുന്നത് ഡോക്യുമെൻ്ററി ഫിലിം മേക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകളും ഷോർട്ട് ഡോക്യുമെൻ്ററികളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വെറുതെ ആരംഭിച്ച ചാനലാണ് ബിജു മോഹൻ ചാനൽ. ആക്ച്വലി Gmail അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ആർക്കും ആരംഭിക്കാവുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ പേരിൽ തന്നെ ഞാൻ ഇമെയിൽ ID ഉള്ളതുകൊണ്ട് അതേ പേരിൽ തന്നെ ഒരു ചാനൽ ആരംഭിച്ചു. അതൊരു സീരിയസ് ആയിട്ടൊരു ചാനലായി മാറുമെന്ന് യാതൊരു ധാരണയുമില്ല. എനിക്ക് കുറച്ച് നല്ല പേര് കൊടുക്കാമായിരുന്നു ഇതിനേക്കാൾ. എന്തായാലും ബിജു മോഹൻ എന്ന ആ ചാനലിൻ്റെ തുടക്കത്തിൽ 2006 ലോകത്ത് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് തന്നെ. 2008 ഞാൻ എൻ്റെ സ്വന്തമായ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് അതിൽ അപ്ലോഡ് ചെയ്തത് ഭൂരിഭാഗവും എൻ്റെ വിദ്യാർത്ഥികൾ ചെയ്ത ഷോർട്ട് ഡോക്യുമെൻ്ററികളും ഷോർട്ട് ഫിലിമുകളും ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററിയിലൊക്കെയാണ് അപ്ലോഡ് ചെയ്തത്. അമൃത യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേഷനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ലായിരുന്നു. പിന്നീട് ഞാൻ മീഡിയ വണ്ണിലെ അധ്യാപകനായി ശേഷമാണ് ഈ ചാനലിൽ കുറച്ച് സീരിയസ് കണ്ടൻറ്റ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത്. അതിനൊരു കാരണക്കാരി എൻ്റെ മകളാണ്. ഞാൻ പരിഷത്തിലൂടെ വളർന്നു വന്ന ഒരു ആളാണ്. ഇപ്പോൾ KK കൃഷ്ണകുമാർ മാഷ് ഇവിടെ ഇരിപ്പുണ്ട്. മാഷിൻ്റെയൊക്കെ പരിഷത്ത് ക്ലാസ്സുകളിൽ പരിഷത്ത് പാട്ടൊക്കെ പാടി മുന്നോട്ട് വന്ന ഒരാളാണ് പരിഷത്ത് ബാലവേദിയിലൂടെ. അപ്പോൾ കുറേ പരിഷത്ത് പാട്ടുകളൊക്കെ എനിക്കറിയാം. അപ്പോൾ എൻ്റെ മകൾ ആ സമയത്ത് 3-4 വയസ്സുണ്ട്. അപ്പോൾ അവൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ പരിഷത്തുകാരത്തൊക്കെ ഞാൻ ചോദിച്ചു, പാട്ട് എനിക്ക് കിട്ടി, പക്ഷേ ഞാൻ പാടാൻ ഭയങ്കര മികച്ച ഒരാളായതുകൊണ്ട് എന്തായാലും പാടാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇവക്ക് പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി, അവൾക്ക് പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി പരിഷത്ത് പാട്ടുകൾ അവൈലബിൾ ആണോ ഞാൻ നോക്കി യൂട്യൂബിലൊക്കെ. അപ്പോൾ യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല.
എത്ര മനോഹരമായ പാട്ടാണ് പരിഷത്തിൻ്റെ പല പാട്ടുകളും. എന്തുകൊണ്ടെന്ന് മാഷ് തന്നെ എഴുതിയ ഒരു പാട്ടുണ്ട്. അതാണ് ആക്ച്വലി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് ഞാൻ പാടിപ്പിച്ചു. എന്നിട്ട് ഞാൻ അത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. അത് ഒത്തിരി പേര് കണ്ടു. അപ്പോൾ അതൊരു ആവേശമായി. അപ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. കാരണം എനിക്ക് ഈ മീഡിയയെക്കുറിച്ച് അറിയാം. ഞാൻ ഈ മീഡിയ പഠിപ്പിക്കുന്ന ഒരാളാണ്. ഡോക്യുമെൻ്ററി ഫിലിം മേക്കും ക്യാമറ വർക്കും എഡിറ്റിങ്ങും അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു മാധ്യമമായതുകൊണ്ട് തന്നെ കണ്ടൻറ് ക്രിയേഷൻ ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ എന്ത് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പിന്നെ ചോദ്യം. അന്ന് ഇന്നത്തെ പോലെ ഇത്രയും വലിയ വേവ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും യൂട്യൂബർ ആവണമെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇന്നത്തെ പോലെ സ്പീഡുമില്ല ഇൻ്റർനെറ്റിൽ. ഞാൻ ആലോചിച്ചത് ഇതേപോലെ പരിഷത്തിൻ്റെ കുറേ ഗാനങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പരിഷത്തിൽ വർക്ക് ചെയ്യുന്ന റിസ്വാൻ എന്ന് പറയുന്ന വളരെ യങ്ങായിട്ടുള്ള ആളാണ്. റിസ്വാൻ പറഞ്ഞു, ബിജു ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ഇൻ്റർവ്യൂസ് നമുക്ക് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്താലോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എം സജീന്ദ്രൻ മാഷിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു ക്യാമറ പോലും ഇല്ല. അപ്പോൾ എൻ്റെ വിദ്യാർത്ഥിയുടെ ഒരു ക്യാമറ അവനാണ് ക്യാമറമായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ അധ്യാപകനായ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എം സജീന്ദ്രൻ മാഷിൻ്റെ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുന്നത്. ആ ഇൻ്റർവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അത് ഒത്തിരി പേര് കണ്ടു. ഒത്തിരി പേരെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്പർ നോക്കുമ്പോൾ അത് ഒത്തിരി പേരല്ല. അന്ന് 1000 പേര് കണ്ടാൽ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. 1000 പേര് കണ്ടല്ലോ എന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേഷൻ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ഇത് ജനങ്ങളിലേക്ക് എത്തണം. പല ആൾക്കാരും വിചാരിക്കുന്നത് നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാരെല്ലാം കാണുമെന്നാണ്. പക്ഷെ അങ്ങനെ അല്ല. നമ്മൾ ആൾക്കാരിലേക്ക് അത് ആദ്യ ഘട്ടത്തിൽ എത്തിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഇമെയിൽ ID യിലുണ്ടായിരുന്ന എല്ലാ പേർക്കും ഞാൻ ഈ യൂട്യൂബിൻ്റെ ഈ പാട്ടിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കും. എന്നിട്ട് ടീച്ചർമാരുടെ Gmail ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കും. അപ്പം അങ്ങനെ മാക്സിമം ആൾക്കാരൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അന്ന് ഞാൻ നടത്തിയിരുന്നു. പക്ഷേ ഒത്തിരി പേര് അപ്പോഴത്തേക്ക് തന്നെ പ്രത്യേകിച്ച് പരിഷത്ത് സർക്കിളിലും ഉള്ള ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയിരുന്നു. ഒപ്പം തന്നെ ഒത്തിരി പേരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങിയിരുന്നു. അന്നാണ് MJ ശ്രീചിത്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ചിത്രനുമായി ചേർന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്തിരുന്നു. സുനിൽ P. ഇളയിടം എന്ന് പറയുന്ന നമ്മുടെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു പ്രാസംഗികനെ പരിചയപ്പെടുന്നത് ചിത്രൻ വഴിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമ്പസിൽ പോയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്തു. ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നിങ്ങൾക്ക് ഈ സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്, നിങ്ങൾ ആൾക്കാരുമായി ബന്ധപ്പെട്ട് തുടങ്ങിയാൽ, പ്രത്യേകിച്ച് യൂട്യൂബ് വളരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഞാൻ ചാനലിൽ ആക്റ്റീവ് ആവുന്നത്. അതെൻ്റെ ഒരു ഫോർച്ചുനേറ്റായ ഒരു കാര്യമാണ്. ഇന്നൊരു പക്ഷേ ഞാനൊരു ചാനൽ തുടങ്ങിയാൽ അത്ര എളുപ്പമാവില്ല ഈ റീച്ച് കിട്ടുക എന്ന് പറയുന്നത്. പിന്നീട് വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് കേരളത്തിലെ ആകെ കോളിളക്കം സൃഷ്ടിച്ച ഒരു പ്രതിവിപ്ലവം നടക്കുന്ന സമയത്താണ്. ആ പ്രതിവിപ്ലവം എന്ന് പറയുന്നത് ഒരു പക്ഷേ വിമോചന സമരത്തിന് ശേഷം കേരളത്തെ ഇത്ര അധികം പിടിച്ചുകുലുക്കിയ ഒരു സമരം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രതിവിപ്ലവകരമായിട്ടുള്ള അത് ശബരിമലയുമായി ബന്ധപ്പെട്ട സന്ധി കവിക്കാട് വിളിക്കുന്നത് ശൂദ്ര കലാപം എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. ഞാനത് അങ്ങനെ വിളിക്കില്ലെങ്കിലും കേരളത്തിലെ സംഘ് പരിവാർ രാഷ്ട്രീയത്തിന് കിട്ടിയ വലിയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ശബരിമലയിൽ നടന്ന ആ ഒരു കോടതി വിധിയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാമജപ ഘോഷയാത്രയും ഒക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് നമ്മുടെ തെരുവുകളിൽ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ സഹിതം ആർത്തവം അശുദ്ധമാണെന്നും റെഡി ടു വെയിറ്റ് എന്നൊരു ടാഗ് ലൈനിൽ ആൾക്കാർ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോകൾ ചെയ്യുന്നു, അവർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാനൊക്കെ തുടങ്ങുന്നു. ഞങ്ങളെ ആർത്തവം അശുദ്ധമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് പലർക്കും ഉണ്ടായത് അപ്പോഴാണ്. കേരളം മുന്നോട്ട് നടന്നു, കേരളം പുരോഗമനമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ധരിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയും മാധ്യമങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഇതിന് എനിക്കറിയാവുന്ന ഒരു മാധ്യമം യൂട്യൂബാണ്, ഫേസ്ബുക്കിലൂടെ വീഡിയോ ചെയ്യണമെന്നും എനിക്ക് അറിയാവുന്ന പുരോഗമന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിലൂടെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ കേരളത്തിലെമ്പാടും യാത്ര ചെയ്തു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് എല്ലാ സ്ഥലത്തും യാത്ര ചെയ്തിട്ട് ഇതിനെതിരെ നടന്നിട്ടുള്ള സെമിനാറുകളിലും പ്രഭാഷണങ്ങളിലും ചെന്ന് ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത പ്രഭാഷണങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ശ്രീചിത്രനുമായി ചേർന്നൊരു യാത്ര ചെയ്തത്. അദ്ദേഹത്തിന് ഒരു 5 ദിവസത്തെ ഒരു പ്രഭാഷണ യാത്രയുണ്ടായിരുന്നു. അത് നമ്മൾ പാലക്കാട് നിന്ന് ആരംഭിച്ച് അദ്ദേഹത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്തു. ഞങ്ങൾ കണ്ണൂർ പോയി, ആലപ്പുഴ വന്നു,
പിന്നീട് ഞങ്ങൾ കാസർഗോഡ് പോയി. അപ്പോൾ ഈ യാത്രയിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രസക്തമായ ഭാഗങ്ങൾ അന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഹോട്ടലിലായിരിക്കും തങ്ങുക. അപ്പോൾ രാത്രി ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്യും, അത് അപ്ലോഡ് ചെയ്യും, അതിന് ചെറിയ കഷ്ണങ്ങൾ. അപ്പം ഇത് ആൾക്കാർ കാണാൻ തുടങ്ങി, ഒത്തിരി ആൾക്കാർ. അതുവരെ 1000 പേരും 2000 പേരും 3000 പേരും ഒക്കെ കണ്ടിരുന്ന വീഡിയോസ് ഈ സമയമായപ്പോൾ അത് 10,000-ഉം 15,000-ഉം 25,000-ഉം 1,00,000-ഒക്കെ എത്തി വ്യൂസ്. കാരണം ആൾക്കാർ പിന്നെ അത് എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും ഈ ചാനലിൽ ഇത്തരം കണ്ടൻറ്റ് വരുന്നു എന്നും തിരിച്ചറിഞ്ഞിട്ട് ആൾക്കാരത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു യാത്ര ഒരു പക്ഷേ എൻ്റെ ഒരു പൂർണ്ണമായും ഒരു യൂട്യൂബറായി മാറണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഒരു സബലീകരണമായിരുന്നു ആ നടന്നത്. കേരളത്തിലെ അന്ന് അറിയപ്പെടുന്ന എല്ലാ ചരിത്രകാരന്മാരെയും അടുത്ത് ചെല്ലുകയും അവരുടെ ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ KN ഗണേഷ് ആയാലും MGS നാരായണനായാലും ഇവരെല്ലായിടത്തും ഞാൻ ചെന്ന് ഇവരുടെ ഇൻ്റർവ്യൂ എല്ലാം റെക്കോർഡ് ചെയ്തു. അത് ഞാൻ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി വ്യൂസ് ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒത്തിരി ഹേറ്റ് കമൻറ്റുകൾ വരാൻ തുടങ്ങി. അത് പിന്നെ അതൊരു ആരംഭമായിരുന്നു, ഹേറ്റ് കമൻറ്റുകളുടെ. പിന്നീട് ഞാൻ പൂർണ്ണമായിട്ടും ഈ മീഡിയയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ആരംഭിക്കുന്നത് 2019-ലാണ്. അതായത് 11 വർഷം കഴിഞ്ഞിട്ട് യൂട്യൂബ് ആരംഭിച്ചിട്ട്. അത് ഇത്തിരി താമസിച്ചു പോയെന്ന് എനിക്ക് തോന്നി. അതിന് മുമ്പ് എന്നെ ഫേസ്ബുക്കിൽ ആക്ച്വലി ഒത്തിരി വ്യൂസ് വരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഇരിപ്പുണ്ട്, സുനീഷ്. ഇദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ചത്, നീ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി നന്നായിരിക്കും, ഒത്തിരി വ്യൂസ് ഉണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഫേസ്ബുക്ക് പേജ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ആ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 3,60,000 കഴിഞ്ഞു. എൻ്റെ യൂട്യൂബിനേക്കാൾ ഇന്നിപ്പോൾ എനിക്ക് ഫോളോവേഴ്സ് ഉള്ളത് ഫേസ്ബുക്കിലാണ്. ഞാൻ ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ ദിവസവും 3 ചെറിയ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വലതുപക്ഷം ഒരുപാട് ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ എല്ലാം ഉള്ള ഒരു കാലമാണ്. അപ്പോൾ ബിജു ഇങ്ങനെ വളരെ ഗൗരവപരമായ ചർച്ചകൾ, പ്രത്യേകിച്ചും PhD സ്കോളേഴ്സ്, അങ്ങനെ വളരെ ഗവേഷകർ ഇവരൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യത്തോടെ ബിജു പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ അത് കാണാനും ഒരാളുണ്ട്. അതിന് കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യമാണോ? അത് എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കേരളത്തിലായതുകൊണ്ടാണ് ഇത് ശരിക്കും എൻ്റെ ചാനലിന് ഇത്രയും റീച്ച് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു കാരണം കേരളത്തിന് ഒരു ചരിത്രമുണ്ട്. നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സാമൂഹിക മുന്നേറ്റം അത് പിന്നീട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയൊക്കെ വളർന്നു വന്ന ആ പുരോഗമന ചിന്തയുടെ ഒരു ഇങ്ങേയറ്റത്തെ ഒരു ചെറിയ കണ്ണിയായിരിക്കും എൻ്റെ ചാനലും എന്നെപ്പോലുള്ള ഒത്തിരി ആൾക്കാരുടെ ചാനലുകളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് കേരളത്തിന് ഒരു കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 50കളിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമാകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ മുൻനിര എന്ന് പറഞ്ഞിരുന്നത് സാംസ്കാരിക പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ KPSC പോലുള്ള സമിതികൾ, അവരുടെ നാടകങ്ങൾ, നിങ്ങളതിനെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളാണ് ആക്ച്വലി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇത്രയധികം വളർത്താൻ സഹായിച്ചത്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കറിയാം ഒരു കാലത്ത് കഥാപ്രസംഗത്തിൻ്റെ ഒരു നമുക്ക് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് അല്ലേ. സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളിലൂടെയാണ് നമ്മൾ ലോക ക്ലാസിക്കുകൾ പരിചയപ്പെട്ടത്. ഒരു പക്ഷേ എനിക്കൊന്നും തോന്നുന്നില്ല ഇന്ത്യയിൽ ഏതെങ്കിലും മറ്റു സംസ്ഥാനത്ത് അങ്ങനെ ഒരു കഥാപ്രസംഗത്തിൻ്റെ ഒരു ചരിത്രമുണ്ടെന്ന്. അപ്പോൾ ഇത്രയും അധികം ആളുകൾ ഇത്തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ കേൾക്കുന്ന ഒരു ചരിത്രം നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം എപ്പോഴും ഒരു പടി മുമ്പിലായിരുന്നു ഈ സംസ്കാരത്തെ ഉപയോഗിക്കാൻ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പരിഷത്ത് നിന്നുണ്ട്. ഈ പരിഷത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ജനകീയ പ്രസ്ഥാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിഷത്ത് എത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാംസ്കാരിക ഇടപെടലാണ് നമ്മളെ സമൂഹത്തിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കലാജാഥ പോലുള്ള ഒരു സംഭവം, അതിലൂടെ സയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു പരീക്ഷണം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി നടത്തിയത് കേരളത്തിലാണ്. അതിന് ഇത്രയും അധികം സ്വീകരണം ഇവിടെ കിട്ടി. അപ്പം ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും ഏറ്റവും പുതിയ ആശയങ്ങളെ ഏറ്റവും പുതിയ രീതി ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുമ്പിലായിരുന്നു. നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നോക്കുക, KPSCയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ആദ്യ കാലഘട്ടത്ത് ഒരു 50കൾക്ക് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുൻനിരയിലേക്ക് വന്നത്. അത് തോപ്പിൽ ബാസി ആയാലും ആക്ടേഴ്സായിട്ടുള്ള KPSC ലളിത, KPSC ഉമ്മർ തുടങ്ങിയുള്ള എല്ലാ ആൾക്കാരും. അപ്പോൾ മാധ്യമങ്ങളിൽ ഇടപെടാനുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ കഴിവ് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വലിയൊരു ഘടകമായിരുന്നു നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ. അതിന് എല്ലാ ഡ്രോബാക്കും ഉണ്ട്. ഞാൻ പറയുന്നത് എല്ലാ ജാതികളെ ഒത്തൊരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയോ?
സ്ത്രീകളെ അതുപോലെ നമ്മളെ കൂടെ നടത്തിക്കാൻ നമുക്ക് പറ്റിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പുരോഗമന ആശയങ്ങളെ നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പുരോഗമന സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും കഴിവ് കേരളത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. അത് KSSP ആയാലും പുക്കാസ ആയാലും യുക്കാസ ആയാലും ഒക്കെ നമ്മളെ ലൈബ്രറി മൂവ്മെൻറ്റ് ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയധികം ലൈബ്രറികളുള്ള മറ്റൊരു സംസ്ഥാനമുണ്ടോ? ലൈബ്രറികൾ എന്ന് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഇടങ്ങളായിരുന്നു. അവിടെ ആ ലൈബ്രറി മൂവ്മെൻറ്റിൽ എത്ര ശക്തമായി ഉള്ളത് കൊണ്ടാണ് നമുക്ക് സാക്ഷരതാ പ്രസ്ഥാനം പോലുള്ള ഒരു പ്രസ്ഥാനം ഇത്രയും ശക്തമായി നടത്താൻ സാധിച്ചത്. പിന്നെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ കുട്ടിക്കാലത്ത് ലൈബ്രറിയിൽ കൊണ്ടുപോകുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മാത്രമല്ല അദ്ദേഹം ഐപ്സോയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറുകൾ കേൾക്കാൻ വേണ്ടി കൊണ്ടുപോകും. വലിയ വലിയ പ്രാസംഗികരുടെ പ്രസംഗം ഞാൻ കുട്ടിക്കാലം മുതലേ കേട്ട് വളർന്ന ഒരാളാണ്. എനിക്ക് കണിയാപുരം രാമചന്ദ്രനും സുകുമാർ അഴീക്കോടൊക്കെ വളരെ കുട്ടിക്കാലം മുതലേ അവിടെ പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൾച്ചർ മാത്രമല്ല, നമ്മളെ കുട്ടിക്കാലത്തേക്ക് സുന്ദരമാക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ബാലസാഹിത്യമാണ് അല്ലേ. റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് തെരുവുകളെ സ്വപ്നം കണ്ട ഒരു ബാല്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. മോസ്കോ തെരുവുകളൊക്കെ നമുക്ക് ബാല്യത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് 80കളിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ 80കളിൽ സമയത്ത് ശീതശമനം നടക്കുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ എന്നൊരു നാടുണ്ട്, അവിടെ സോഷ്യലിസം എന്നൊരു സംവിധാനമുണ്ട് എന്നുള്ളതൊക്കെ ഒരു കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് കേരളത്തിൻ്റെ ഒരു കോൺടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കേരളം പട്ടിണിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സമയം കൂടെയാണുള്ളത് 80കളിൽ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കുട്ടിക്കാലത്തുള്ള പട്ടിണിയെക്കുറിച്ചുള്ള കഥകൾ പറയാനുണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛനമ്മ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ മിക്കവാറും ആൾക്കാർക്ക് ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടമായിരുന്നു 80കൾക്ക് ശേഷമുള്ള. അതിനുള്ള കാരണം നമ്മൾ ഗവൺമെൻറ് നടപ്പിലാക്കിയ ലാൻഡ് റിഫോർമേഷനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക തുടങ്ങിയുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം കണ്ടു തുടങ്ങിയത് 80കളിലാണ്. അതോടൊപ്പം തന്നെ ഗൾഫിലേക്കുള്ള കുടിയേറ്റം നടന്നത് ആ സമയത്താണ്. അപ്പം അതിൻ്റെ അനന്തരഫലമായിട്ട് പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന ഒരവസരം. എല്ലാവർക്കും എന്ന് പറഞ്ഞത് ശരിയല്ലെങ്കിലും ഞാൻ അത് പറയുന്നത് ഇത്തിരി കടന്നാണ്. അപ്പോഴും നമ്മളെ ദളിത് പല കുടുംബങ്ങളിലും ഒക്കെ ഈ പട്ടിണിയുടെ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഓൺ ആൻ ആവറേജ് എന്നാണ്. ആ സമയത്താണ് കേരളത്തിൽ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കടന്നു കയറുന്നത്. അതിനു മുമ്പ് നമുക്ക് പത്രങ്ങളും റേഡിയോയും മാത്രമായിരുന്നു നമ്മുടെ പ്രധാനമായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള മാധ്യമം എന്ന് പറയുന്നത്. 80കളിലാണ് ദൂരദർശൻ വരികയും തിരുവനന്തപുരത്ത് മലയാളം DD ആരംഭിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ആദ്യമായിട്ട് ടെലിവിഷനിലൂടെ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിയത്. ആ ടെലിവിഷൻ്റെ വരവ് ഒപ്പം തന്നെ ഇന്ത്യയിലും സംഭവിക്കുന്നത് വലതുവശത്തിൻ്റെ വളർച്ചയാണ്. രാമായണം മഹാഭാരതം സീരിയലുകൾ വരുന്നത് ആ ഘട്ടത്തിലാണ്. അത് നമ്മൾ അന്ന് തിരിച്ചറിഞ്ഞില്ല. അത് വലിയൊരു വലതുപക്ഷ തിരിവിലേക്കുള്ള യാത്രയാണെന്ന്. ഇന്ത്യയിൽ ടെലിവിഷൻ്റെ വരവിനെ ഏറ്റവും അധികം ഉപയോഗിച്ചത് ഇവിടുത്തെ വർഗീയ ശക്തികളാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ അല്ലായിരുന്നു. കേരളത്തിലെ ദൂരദർശൻ വന്നപ്പോൾ ആദ്യത്തെ അതിൻ്റെ പ്രൊഡ്യൂസർമാരായിരുന്നു ഇടതുപക്ഷവുമായി അനുഭാവമുള്ള ബൈജു ചന്ദ്രനും G സാജനും പോലുള്ള ആൾക്കാരായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ടെലിവിഷൻ വന്നപ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്ന് ആരൊക്കെയായിരുന്നു? ശശികുമാർ സാറിനെ പോലുള്ള ഭാസ്കരൻ മാഷിനെ പോലുള്ള ആൾക്കാരായിരുന്നു അതിൻ്റെ മുന്നിൽ നിന്നത്. ആ ഇടതുപക്ഷ സ്വഭാവവും ഇടതുപക്ഷ ചിന്താഗതിയുമുള്ള ആൾക്കാർ ടെലിവിഷൻ മേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ വന്നു ചേർന്നത് വലിയൊരു ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചോളം. പക്ഷേ സംഭവിച്ചത്, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഞാൻ ആ പോയിന്റിലേക്ക് തിരിച്ചു വരാം. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതികങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് പക്ഷേ 2000-ഓടുകൂടി പക്ഷേ അവർ പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പുതിയ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്തുകൊണ്ടോ നമ്മളെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കോ പുരോഗമന ശക്തികൾക്കോ അതിനെ യൂട്ടിലൈസ് ചെയ്യാനോ അതിൻ്റെ മുന്നണിയിൽ നിൽക്കാനോ സാധിച്ചില്ല എന്നത് ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതിനെ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്തിട്ട് കേരളത്തിലും ഇന്ത്യയിലുമുള്ള വലതുപക്ഷ ശക്തികളാണ്. അതിന് ഇൻഹറൻ്റ്ലി അവർ ബോധപൂർവമായ ശ്രമം നടത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ അൽഗോരിതത്തിൻ്റെ പ്രത്യേകതകളുമുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അൽഗോരിതം എങ്ങനെയാണ് വലതുപക്ഷ ശക്തികളെ സഹായിക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ എന്തായാലും കേരളത്തിൽ നമ്മൾ മുന്നോട്ട് നടന്ന നമ്മൾ ഇനിയിപ്പോൾ പിന്നോട്ടാണോ നടക്കുന്നതെന്ന് ഭയക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ കാണുന്ന പരസ്യ ചിത്രത്തിൽ ഒരു പ്രത്യേക പാർട്ടിയുടെ
പരസ്യ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ സ്ലോഗൻ എന്താണ്? മാറാത്തത് മാറും, കേരളം വളരും എന്നാണ്. ആ മാറാത്തത് മാറും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ആപൽക്കരകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇവർ പറയുന്ന ഈ മാറാത്തത്? കേരളത്തിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ മാറാത്തതായിട്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അത് ഇവിടുത്തെ മതമൈത്രിയാണ്. ജാതി വിവേചനം കൊടുമ്പിരി കൊള്ളുമ്പോൾ സമയത്ത് പോലും മതമൈത്രിക്ക് പേരുകെട്ട ഒരു നാടാണ് കേരളത്തിൻ്റേത്. അതിന് വിഘ്നം വരുന്ന ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ മതമൈത്രി തന്നെയാണ്. ആ സെക്യുലറിസം മാറുമെന്നാണോ ഇവർ പറയുന്നതെന്ന് എൻ്റെ ഒരു പേടിയാണ്. കേരളം വളരും. കേരളത്തിൽ വളരാൻ പോകുന്നത് വർഗീയതയായിരിക്കും വളരാൻ പോകുന്നത്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കും എന്നാണ് ഞാൻ പേടിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും നമുക്ക് ഈ പുരോഗമന ആശയം പറയാനുള്ള സ്പേസ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. താങ്ക്സ് ടു അവർ ഓൾഡ് ജനറേഷൻ. അവരുടെ എല്ലാ ഡ്രോബാക്ക് കൊണ്ട് എങ്കിൽ പോലും ആ ഒരു സ്പേസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം അതിനൊരു കാരണമായിട്ട് പലരും പറയാനുള്ളത് ഡിജിറ്റൽ മുതലാളിത്തം കൂടെയാണ്. കാരണം പണ്ടൊരു ഒരു നാടകം നടത്തുന്ന പോലെയല്ല. നമ്മൾ ഇപ്പോൾ ബിജു തന്നെ വർക്ക് ചെയ്യുന്നത് യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അവർക്കത് നിയന്ത്രിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ താങ്കൾ അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? അൽഗോരിതവുമായി താങ്കൾക്ക് മല്ലിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ അവകാശപ്പെടുന്നത് അവർ പ്ലാറ്റ്ഫോം മാത്രമാണ് എന്നാണ്. അവരൊരു ഇൻഫോർമേഷൻ സർവീസ് തരുന്ന ഒരു ഏജൻസി അല്ല, ഒരു കമ്പനിയല്ല. അവരൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യത്യസ്ത മുറികളുണ്ടാവും, വ്യത്യസ്ത ആൾക്കാർ ആ ഫ്ലാറ്റിൽ നിന്ന് താമസിക്കും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ തെറ്റല്ല, അത് അവരുടെ തെറ്റാണ്. പ്ലാറ്റ്ഫോമിൻ്റെ തെറ്റല്ല എന്നാണ് ഫേസ്ബുക്കും യൂട്യൂബും ലോകത്തെമ്പാടും നടക്കുന്ന അവർക്കെതിരെയുള്ള ലീഗൽ കേസുകളിൽ വാദിക്കുന്നത്. യൂട്യൂബും ഫേസ്ബുക്കും പോലുള്ള കമ്പനികൾ സ്ഥിരമായി പറയുന്ന വാദമാണ്, ഞങ്ങൾ പ്ലാറ്റ്ഫോം മാത്രമാണ്. അതിന് ആൾക്കാർ വന്ന് ചിലപ്പോൾ തെറി പറയും, ആൾക്കാർ വർഗീയത പറയും, ആൾക്കാർ ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കും. ഞങ്ങളുടെ തെറ്റല്ല, ഞങ്ങൾ വേറും പ്ലാറ്റ്ഫോമാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ എന്താണ് ചെയ്യുന്നത്? ആൾറെഡി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ്, അല്ലേ? അതായത് അത് ഒരു ആമസോൺ പോലുള്ള ഒരു സർവീസ് പ്രൊവൈഡറാണ്, അല്ലേ? ആമസോണിൽ നിങ്ങളൊരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത കടകളുണ്ട്. ആ കടകളിലേക്ക് നിങ്ങൾക്കൊരു അപ്രോച്ച് ആമസോൺ ഒരുക്കുന്നു. ആമസോൺ അവിടെ ഇല്ലെങ്കിലോ ആ കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, യാതൊരു മാറ്റവും ഇല്ല. അതുപോലെയാണോ ഫേസ്ബുക്ക്? ഫേസ്ബുക്ക് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതിനകത്ത് വ്യത്യസ്ത ആൾക്കാരുണ്ട്, വ്യത്യസ്ത പേജുകളുണ്ട്. പക്ഷേ ആ സൂപ്പർ മാർക്കറ്റ് ഇല്ലെങ്കിൽ ആ കടകളുണ്ടാവുമോ? ഇല്ലല്ലോ. അതേപോലെ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ ആ പേജുകളൊന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഫേസ്ബുക്കിൽ ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ആരംഭിച്ചു, എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംവദിക്കാനുള്ള ഒരു വേദിയാണ് ഫേസ്ബുക്ക് ഒരുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് 5000 ഫ്രണ്ട്സ് എൻ്റെ പ്രൊഫൈലിലുണ്ട്. ഈ 5000 പേർക്കും അവരുടെ ഫേസ്ബുക്കിൽ ഇടുന്ന സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ ഞാനിടുന്ന പോസ്റ്റുകൾ ഈ 5000 പേരും കാണുന്നുണ്ടോ? എൻ്റെ ഫ്രണ്ട്സാക്കി 5000 പേരും കാണുന്നുണ്ടോ? കാണുന്നില്ല. മറിച്ച് എൻ്റെ കൂട്ടുകാരിൽ 5000-ഓളമുള്ള കൂട്ടുകാരിൽ ഒരു 20 പേരോ 30 പേരോ ഇടുന്ന പോസ്റ്റുകൾ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, എൻ്റെ ടൈം ലൈനിൽ വരുന്നുള്ളൂ. എൻ്റെ ടൈം ലൈനിൽ 1000 പേരെയും ഒരു പക്ഷേ 5000 പേര് വരുന്നുണ്ടാവും, പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയും സ്ക്രോൾ ചെയ്യാൻ പോകാനുള്ള സ്പേസ് ഫേസ്ബുക്ക് ഒരുക്കുന്നുമില്ല, ഫേസ്ബുക്ക് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുമില്ല. ഫേസ്ബുക്കിൻ്റെ പ്രയോറിറ്റൈസേഷൻ എന്താണ്? എൻ്റെ കൂട്ടുകാർ ഇടുന്ന പോസ്റ്റിൽ ഏത് പോസ്റ്റാണ് എൻ്റെ ടൈം ലൈനിൽ ഏറ്റവും മുകളിൽ വരേണ്ടതെന്ന് ഫേസ്ബുക്ക് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അത് നമുക്കറിയില്ല. ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിൻ്റെ പ്രയോറിറ്റി എന്താണെന്ന് അവർ പുറത്ത് പറയുന്നില്ല ഇപ്പോഴും. ഫേസ്ബുക്കിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതാണ്. അൽഗോരിതം സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഫേസ്ബുക്കിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവരൊരു ബേസിക്കലി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ ബേസിക് ഉദ്ദേശം ലാഭമുണ്ടാക്കുക എന്നാണ്. അവർക്ക് ലാഭം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? മാക്സിമം ആൾക്കാർ ഫേസ്ബുക്കിലേക്ക് കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുകയും മാക്സിമം ആൾക്കാർ ഫേസ്ബുക്ക് കാണുകയും കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്താൽ മാത്രമേ ഫേസ്ബുക്കിന് ലാഭം ഉണ്ടാകുകയും ലാഭം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യൂ. ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ പരസ്യത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്.
അപ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മൾ മാക്സിമം നേരം ഫേസ്ബുക്ക് കണ്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കണ്ടൻറ്റ് ഉണ്ടായിക്കൊണ്ടേ അതിനകത്ത് ഇരിക്കണം. അപ്പോൾ ഏത് കണ്ടൻറ്റാണ് നമ്മൾ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്യുക? വളരെ സിമ്പിളാണ്. ഏറ്റവും അധികം അല്ലേ ഉദ്യോഗം സൃഷ്ടിക്കുന്ന, നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, നമ്മളെ ഇക്കിളി കൊള്ളിക്കുന്ന കണ്ടൻ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും കാണാൻ ആഗ്രഹം. അത് മനുഷ്യന് സ്വാഭാവികമായൊരു തൃഷ്ണയുണ്ടല്ലോ. ഈ തൃഷ്ണയാണ് എപ്പോഴും ഈ ഫേസ്ബുക്കും യൂട്യൂബും യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ദീപക് എഴുതിയ വളരെ ഫേമസ് ആയ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ 2 സിസ്റ്റമുണ്ട്. ഒന്ന് സിസ്റ്റം 1 ഒന്ന് സിസ്റ്റം 2. സിസ്റ്റം 1 എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രതികരിക്കുക എന്ന സാധനമാണ്. പെട്ടെന്ന് വികാരത്തിൽ നമ്മൾ പ്രതികരിക്കുന്ന സിസ്റ്റം 1. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കുക. ഇപ്പോൾ നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ നമ്മൾ തലച്ചോറിൻ്റെ സിസ്റ്റം 1 ആണ് പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് തീരുമാനം എടുക്കണം, പെട്ടെന്ന് ക്ലച്ച് മാറ്റണം. അതേസമയം സിസ്റ്റം 2 എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിക്കില്ലല്ലോ. നമ്മളെന്താണ് കൃത്യമായി സ്റ്റഡി നടത്തി നമ്മൾ എല്ലാം ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഈ സിസ്റ്റം 1നെ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഫേസ്ബുക്കും യൂട്യൂബും ചെയ്യുന്നത്. പെട്ടെന്ന് നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയാൽ അതിൻ്റെ ആ പോസ്റ്റ് ഇടുന്ന കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ് എന്നാണ്. അല്ലാതെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നല്ല ഫേസ്ബുക്ക് ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ കുറച്ച് സമയം പിടിക്കും നിങ്ങളൊരു പോസ്റ്റ് ഇടാൻ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ പെട്ടെന്നൊരു പോസ്റ്റ് ഇട്ടോണം. നിങ്ങളൊരു പെട്ടെന്നൊരു പോസ്റ്റ് ഇട്ടാൽ അത് കാണുന്ന ഒരാൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് അതിൽ ലൈക്ക് അടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു കമൻറ്റ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും പെട്ടെന്ന് കമൻറ്റ് ചെയ്താലും മാത്രമേ ഫേസ്ബുക്കിൻ്റെ വരുമാനം കൂടൂ. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു അൽഗോരിതമാണ് ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കണ്ടന്റിനെ അത് വ്യാപകമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കും. തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫേസ്ബുക്കിൽ നോക്കുന്ന ആൾക്കാരാണല്ലോ, നിങ്ങളെ കമൻറ്റ് നോക്കുക. നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഇട്ടാൽ അതിലൊരു 100 കമൻറ്റ് വന്നാൽ നിങ്ങൾക്ക് ആദ്യം കാണുന്ന കമൻറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഏത് കമൻറ്റാണ് ഏറ്റവും മുകളിൽ ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം കാണിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുള്ള കമൻ്റ് ആയിരിക്കും ഏറ്റവും മുകളിൽ ഫേസ്ബുക്ക് വയ്ക്കുക. കാരണം ഫേസ്ബുക്കിൻ്റെ വിശ്വാസം എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ റിയാക്ട് ചെയ്ത കമൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ അതിൽ റിയാക്ട് ചെയ്തേക്കാം എന്നുള്ള ഫേസ്ബുക്കിൻ്റെ അൽഗോരിതമാണ് ആ കമൻറ്റിനെ ആ പോസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ട് വയ്ക്കുന്നത്. ഇതൊന്നും അവിചാരിതമായിട്ട് നടക്കുന്നതല്ല. ഫേസ്ബുക്കിൻ്റെ ഇൻ്റർണൽ ടീമിൻ്റെ അകത്ത് സൈക്കാട്രിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുമാരുണ്ട്, മനസ്സിനെ കൃത്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് എക്സ്പെർട്ടുകളുണ്ട്. അവർ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിടാൻ വേണ്ടിയും നിങ്ങൾ അതിനകത്തേക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത് കൊണ്ട് തന്നെ ആ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും അൽഗോരിതം ഇത്തരത്തിൽ മനസ്സിൻ്റെ വൈകാരിക തലത്തെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ ഡിസൈൻ ചെയ്യപ്പെട്ടതായത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിനും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾക്കും പ്രാമുഖ്യം കിട്ടും. ഇപ്പോൾ ഞാൻ പലപ്പോഴും അഭിമാനത്തെ പറയാറുണ്ട്, എൻ്റെ ഒരു സുനിൽ പി ഇഴയത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം ഇപ്പോൾ ജോസഫ് ആനന്ദ് സാറോട് ഇരിപ്പുണ്ട്. അദ്ദേഹം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ശകലം ഞാൻ ഇടുമ്പോൾ അത് 2 ലക്ഷം പേര് കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. 2 ലക്ഷം പേര് എൻ്റെ ഫേസ്ബുക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന്. തൊട്ട് അപ്പുറത്ത് പോകുമ്പോൾ ഒരു കോമാളിത്തരം കാണിക്കുന്ന ഒരു വീഡിയോയ്ക്ക് 3 മില്യൺ വ്യൂസ്, 4 മില്യൺ വ്യൂസ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അമ്മേ അവിടെയാണ് ഞാൻ ഈ 2 ലക്ഷം വ്യൂസിൻ്റെ ഈ അഹങ്കാരം കൊള്ളുന്നത്. അത്തരത്തിലുള്ള കണ്ടന്റ് സ്വാഭാവികമായിട്ടും ഉണ്ടായി വരിക എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിൻ്റെ ജനറ്റിക്സിൽ, അതിൻ്റെ DNA ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ മുതലാളിത്തത്തിൻ്റെ വേറൊരു പ്രശ്നം പലരും അഭിപ്രായപ്പെടാറുള്ളത്, അതായത് യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത കുറേ തൊഴിലാളി വർഗത്തെ സൃഷ്ടിക്കുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെറ്റയുടെ കാര്യം നോക്കിയാൽ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എല്ലാം ഓൺ ചെയ്യുന്ന മെറ്റയുടെ കാര്യം നോക്കിയാൽ അവർക്ക് ലോകത്തെമ്പാടുമായിട്ട് 78,000 പരം, അതായത് 78,000 അടുത്തേ അവർക്ക് എംപ്ലോയീസ് ഉള്ളൂ, ഫുൾ ടൈം എംപ്ലോയീസ്. എന്നാൽ ഓരോ പ്ലാറ്റ്ഫോമിനും 1 ബില്യൺ അപ്പുറം യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ താങ്കളെ പോലുള്ള കണ്ടന്റ്
ക്രിയേറ്റേഴ്സിനെ ഒന്നും ഈ കമ്പനീസ് എംപ്ലോയീസ് ആയിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു നിലയിൽ എങ്ങനെ ഇത് എത്രത്തോളം സാമ്പത്തികമായി ഇങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ എത്രത്തോളം ഇത് ഓക്കെയാണ്, എളുപ്പമാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പറയും ഞങ്ങൾക്ക് സാധാരണ ജോലിയൊന്നും ആവശ്യമില്ല, ഞങ്ങൾ യൂട്യൂബർ ആവാൻ പോവുകയാണ് എന്ന് കുട്ടികൾ പറയാറുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ്, എസ്പെഷ്യലി മലയാളം പോലെ ഒരു ഭാഷയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ? ഫേസ്ബുക്കിനെ പോലെ ഇത്രയും സൂത്രശാലിയായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭം ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ എംപ്ലോയി ആരാ? നമ്മൾ വിചാരിക്കും ഈ 70,000 പറയുന്ന ആൾക്കാരായിരിക്കുമെന്ന്. അല്ലല്ല, ഫേസ്ബുക്ക് കാണുന്ന ഓരോ ആൾക്കാരും ഫേസ്ബുക്കിൻ്റെ എംപ്ലോയിയാണ്. ഫേസ്ബുക്കിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളിപ്പോൾ എൻ്റെ ഈ പ്രഭാഷണം നടക്കുമ്പോൾ മൊബൈൽ നോക്കുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും. നിങ്ങൾ ഫേസ്ബുക്കിന് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ നിങ്ങളിടുന്ന ഓരോ കമൻറ്റും, നിങ്ങളിടുന്ന ഓരോ ഫോട്ടോഗ്രാഫും, നിങ്ങളിടുന്ന ഓരോ പോസ്റ്റും ഫേസ്ബുക്കിനും യൂട്യൂബിനും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എംപ്ലോയി ആരാ? നമ്മളാണ്. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ എംപ്ലോയി ആണെന്ന്? നമ്മൾ എംപ്ലോയി അല്ല, നമ്മളെ ഫേസ്ബുക്ക് സഹായിക്കുകയാണല്ലോ. ഫേസ്ബുക്കും യൂട്യൂബും നമ്മളെ ലോകത്തോട് ബന്ധിപ്പിക്കുകയാണല്ലോ. മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നാണ്. അപ്പം ലാഭം എങ്ങനെ ഉണ്ടാകും? അതിന് ഉൽപ്പാദനം ഉണ്ടാവണം. ഉൽപ്പാദനം എങ്ങനെ ഉണ്ടാക്കാം? അതിന് തൊഴിലാളികൾ വേണം. തൊഴിലാളികൾ ഉൽപ്പാദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് കൂലി കൊടുക്കണം. അപ്പോൾ അവന് കൂലി കൂടുതൽ കൊടുത്താൽ എന്ത് പറ്റും? പ്രോഫിറ്റ് കുറയും. അപ്പോൾ മുതലാളി എന്താ ആഗ്രഹിക്കുക? തൊഴിലാളിക്ക് ഏറ്റവും മിനിമം കൂലി കൊടുക്കുക. തൊഴിലാളിക്ക് എന്താ ആഗ്രഹം? ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകും. നമ്മൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കിയാൽ ഈ സംഘർഷത്തിൻ്റെ ചരിത്രം കൂടിയാണ്. വർഗ സമരത്തിൻ്റെ ചരിത്രം എന്നൊക്കെ ഒന്ന് പറയുമല്ലോ. അപ്പോൾ മുതലാളി എന്താ ചെയ്യുക? നമുക്ക് ലാഭം മാക്സിമം ആക്കാൻ എന്ത് ചെയ്യണം? തൊഴിലാളികളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് പകരം യന്ത്രങ്ങളെ കൊണ്ടുവന്നാലോ? അപ്പോൾ അവന്മാർക്ക് നമുക്ക് എന്ത് കൊടുക്കണ്ട? സാലറി കൊടുക്കണ്ട. യന്ത്രങ്ങൾ കൊണ്ടുവന്ന്. ഇപ്പോൾ യന്ത്രങ്ങൾ കൊണ്ടുവന്നാൽ എന്താണ്? അതിനും യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനും തൊഴിലാളി വേണമല്ലോ. അപ്പോൾ തൊഴിലാളികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് മുതലാളിത്തം കണ്ടിച്ച ഏറ്റവും പുതിയ ഇൻഫോർമേഷൻ ക്യാപിറ്റലിസത്തിൽ നടത്തുന്ന ഏറ്റവും പുതിയ പ്രതിഭാസമാണ് ഇൻവിസിബിൾ തൊഴിലാളികൾ. കാരണം നമ്മളെല്ലാം ഇൻവിസിബിൾ തൊഴിലാളികളാണ്. ആരാ? ഫേസ്ബുക്കിൻ്റെ, യൂട്യൂബിൻ്റെ. നമുക്കറിയില്ല നമ്മൾ തൊഴിലാളികളാണ്. നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരം പോസ്റ്റുകളിട്ട് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് അവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അവർക്ക് സാലറി തരണ്ട, TA തരണ്ട, DA തരണ്ട, ഒരു ആനുകൂല്യം തരണ്ട. മറിച്ച് നമ്മൾ അങ്ങനെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുക. ഇതുകൂടാതെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ, ഞങ്ങൾ ഒരു തരത്തിൽ അവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ അവരുടെ വരുമാനത്തിൻ്റെ വളരെ ചെറിയ ശതമാനം ഫേസ്ബുക്കും യൂട്യൂബും ഞങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചാണ് പറയാം, ഞങ്ങൾ അധ്വാനമാണ് ഫേസ്ബുക്കിന് കാശുണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ ഒരു വീഡിയോ 2 ലക്ഷം പേര് കാണുമ്പോൾ എത്ര വരുമാനമായിരിക്കും ഫേസ്ബുക്കിന് കിട്ടുക? അതിൽ എത്ര ശതമാനമാണ് ഫേസ്ബുക്ക് എനിക്ക് തരുന്നത്? വളരെ കുറവായിരിക്കും. ആദ്യഘട്ടത്തിൽ ഫേസ്ബുക്കിൽ നിന്ന് നല്ല വരുമാനം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടുന്നത് അതിൻ്റെ 5-1 മാത്രമാണ്. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും ഫേസ്ബുക്കിന് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആവശ്യമില്ലാതെ കുറഞ്ഞു വരും. ഇത്തരത്തിൽ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആവശ്യം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ AI വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് എന്നെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ ഫേസ്ബുക്കിന് എന്നെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. AI വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു കാലത്ത് ഊബർ വന്നപ്പോൾ ഊബർ എന്താ, സ്വന്തമായിട്ട് ഒരു കാർ പോലും ഊബറിനില്ലായിരുന്നു, ഇല്ലേ? ഊബർ എന്താണ്? നിങ്ങൾക്ക് സ്വന്തമായ കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊബർ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ ഓടുന്നു. അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം തുടക്കത്തിൽ നിങ്ങൾ ഊബറിന് കൊടുത്തു. പിന്നെ ഊബർ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഊബർ അതിൻ്റെ കമ്മീഷൻ കൂട്ടാൻ തുടങ്ങി. നിങ്ങൾക്ക് സ്വന്തമായി ബൈക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗിക്ക് വേണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ സ്വിഗ്ഗി തുടക്കത്തിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് തരും. അപ്പോൾ കുറേ ആൾക്കാർ വരും. കുറേ ആൾക്കാർ വന്നു കഴിയുമ്പോൾ സ്വിഗ്ഗി അതിന് തനി രൂപം കാണിക്കും. എന്താണ്? നിങ്ങൾക്കുള്ള വരുമാനം കുറച്ചുകൊണ്ട് മുതലാളിത്തത്തിൻ്റെ സ്ഥിരം ഏർപ്പാട്, തൊഴിലാളിക്ക് ഏറ്റവും മിനിമം പൈസ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കുള്ള പൈസ കുറയ്ക്കുകയും അവനുള്ള കമ്മീഷൻ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പല സ്ഥലത്തും ഊബർ എന്താ ചെയ്യുന്നത്? സ്വന്തമായിട്ട് അവർ ടാക്സി സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ എല്ലാ വലിയ മൾട്ടിനാഷണൽ കമ്പനി പലപ്പോഴും ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിൽ അങ്ങനെ പൂർണ്ണമായും സാധിക്കില്ല. കാരണം അത്രയും അധികം യൂസേഴ്സ് അതിനുണ്ട്. അതിരിക്കട്ടെ, അതൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് 2 ഇൻഡസ്ട്രി മാത്രമേ അതിൻ്റെ ഉപഭോക്താക്കളെ യൂസേഴ്സ് എന്ന് വിളിക്കാറുള്ളൂ. ഒന്ന് ഡ്രഗ് ഇൻഡസ്ട്രിയും, അതായത് ഡ്രഗ് യൂസർ എന്നല്ലേ പറയുക.
മറ്റൊന്ന് സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്ക് യൂസർ എന്നാണ് വിളിക്കുക നിങ്ങളെയൊക്കെ. ഒരു ഘട്ടം കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യാപനത്തോടു കൂടി തന്നെ ഫേസ്ബുക്കിന് സ്വന്തമായിട്ട് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായി വരും. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനുള്ള വരുമാനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ കുറേ പേര് സ്ട്രഗിൾ ചെയ്യുകയാണ്. തുടക്കത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വരുമാനം വരും, ഒരു ഘട്ടം കഴിയുമ്പോൾ വരുമാനം വളരെ കുറയും. അപ്പോൾ നിങ്ങൾക്ക് മറ്റു വരുമാന മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും. അപ്പോൾ പൂർണ്ണ സമയം ഫേസ്ബുക്ക് പേജ് തുടങ്ങാനോ യൂട്യൂബ് ആരംഭിക്കാനോ തുടങ്ങാൻ പോകുന്ന കുട്ടികളോടും സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളതാണ്, ആറ്റിലേക്ക് അച്യുത ചാടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചോളൂ. ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാം. തുടക്കത്തിൽ വന്ന ഒരാളായത് കൊണ്ട് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആൾറെഡി ഞങ്ങളൊരു ബേസ് ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇനി വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വളരെ പ്രശ്നമായിരിക്കും. താങ്കൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടില്ലേ? ചിലപ്പോൾ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി പറയാമോ? യൂട്യൂബ് എന്നെ ഒരു 4-5 തവണ എൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ഒരു 3-4 തവണ എൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾക്ക് ഭയങ്കര രസകരമാണ്. യൂട്യൂബ് ആരംഭിച്ചപ്പോൾ യൂട്യൂബിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് കണ്ടൻറ് മോഡറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒട്ടും എളുപ്പമല്ല. അപ്പോൾ അതിനുവേണ്ടി അവർ പല പല മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത് വളരെ ബാലദശയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂട്യൂബ് ഒരു കണ്ടന്റിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വച്ചിരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എത്ര പേര് ആ കണ്ടന്റ് കാണുന്നു, അതനുസരിച്ച് യൂട്യൂബിൻ്റെ അൽഗോരിതം അതിനെ കൂടുതൽ പേരെ കാണിക്കും. നിങ്ങളെങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ കാണുന്നത്? നിങ്ങൾ എല്ലാം ബിജു മോഹൻ എന്ന പേര് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ കയറിയിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്? അല്ലല്ലോ. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തവണ യൂട്യൂബിൽ കയറുമ്പോൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്യും എൻ്റെ ഒരു വീഡിയോ, അല്ലേ? താഴെ എൻ്റെ ഒരു വീഡിയോ ഒന്ന് കിടപ്പുണ്ടാവും, അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ യൂട്യൂബ് എൻ്റെ വീഡിയോ സജസ്റ്റ് ചെയ്താലേ ഭൂരിഭാഗം പേരും എൻ്റെ വീഡിയോ കാണൂ, അല്ലേ? അപ്പോൾ അങ്ങനെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ അതിൻ്റെ തുടക്കഘട്ടത്തിൽ നമ്പർ ഓഫ് വ്യൂസ് ആയിരുന്നു. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ക്ലിക്ക് ബൈറ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ ടൈറ്റിൽ ഇപ്പോഴും ആ അസുഖമുണ്ടല്ലേ, ക്ലിക്ക് ബൈറ്റുകൾ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ആ പ്രൊഡ്യൂസറോട് പറഞ്ഞാൽ എന്തെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഞെട്ടും എന്നൊക്കെ പറഞ്ഞുള്ള ക്ലിക്ക് ബൈറ്റുകൾ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ക്ലിക്ക് ബൈറ്റുകൾ വളരെ കൂടിയപ്പോൾ അത് അതിൻ്റെ അൽഗോരിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തി. ആ ചെറിയ മാറ്റം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വ്യൂസ് മാത്രമല്ല, ഒരാൾ ഒരു വീഡിയോ എത്ര നേരം കാണുന്നു എന്നതുകൂടി അൽഗോരിതം ഒരു ക്രൈറ്റീരിയയായി മാറി. അപ്പം നിങ്ങളൊരു ക്ലിക്ക് ബൈറ്റ് കണ്ടിട്ട് പെട്ടെന്ന് അത് മാറ്റി അടുത്ത വീഡിയോയിലേക്ക് പോയാൽ അൽഗോരിതത്തിന് മനസ്സിലാവും ഇത് കണ്ടന്റിന് സ്റ്റഫൊന്നുമില്ല, ഇതൊരു ക്ലിക്ക് ബൈറ്റ് ആണെന്ന്. എന്നിട്ടും ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അവരെ വൈകാരികപരമായിട്ട് സ്പർശിക്കുന്ന കണ്ടന്റിനോട് താല്പര്യം കൂടുതലായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ കാണുമായിരിക്കും അവർ. പിന്നീട് പലതരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് വിമർശനങ്ങൾ വരാൻ തുടങ്ങി. ആ വിമർശനങ്ങൾ വരാൻ തുടങ്ങി വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അബ്യൂസീവ് ലാംഗ്വേജ് വരുന്ന കണ്ടൻറ്റ് വളരെ കൂടാൻ തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും അതിൻ്റെ അൽഗോരിതത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തി. അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കൊണ്ടുവരാൻ തുടങ്ങി. ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ അതിനകത്ത് വയലൻസ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. വയലൻസ് കാണിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഒന്നെങ്കിൽ അതിനെ എടുത്ത് കളയും, അതല്ലെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യും. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. പക്ഷെ ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതും പെർഫെക്റ്റ് അല്ല. ഒന്ന്, എല്ലാ ലാംഗ്വേജിലും ഇത് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഫേസ്ബുക്കിനോ യൂട്യൂബിനോ ഇല്ല. ഇംഗ്ലീഷിൽ കുറേയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ മറ്റ് പ്രാദേശിക ലാംഗ്വേജ് ചെയ്യാൻ ഒട്ടും അതിനുള്ള കേപ്പബിലിറ്റി വളർന്നു വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിന്. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഇങ്ങനെ വളരെ ആർബിട്രറി ആയിട്ടുള്ള സാധനങ്ങളാണ്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, ടെററിസ്റ്റ് ഓർഗനൈസേഷനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ്. പാലസ്തീൻ വിഷയത്തിനെ കുറിച്ച് ഒരു വളരെ പ്രശസ്തനായ നമ്മളെ സുഹൃത്തായ ഒരു പ്രൊഫസർ നടത്തിയ പ്രഭാഷണം ഞാനത് റെക്കോർഡ് ചെയ്തു. അതിലെ ഒരു കഷ്ണം ഞാൻ വെട്ടി എൻ്റെ യൂട്യൂബിലിട്ടു. അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടതാണ്. അതിനകത്ത് പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനം, പേര് ഞാൻ പറയുന്നില്ല, ആ പ്രസ്ഥാനത്തെ നിങ്ങൾ ടെററിസ്റ്റ് എന്ന് വിളിക്കുന്നുവെങ്കിലും പക്ഷേ അവർക്ക് വേണമെങ്കിൽ സ്വയം സ്വതന്ത്ര സമര സേനാനികളാണെന്ന് വാദിക്കാം. കാരണം അവർ രാജ്യത്തേക്ക് നടക്കുന്ന അധിനിവേശനത്തെ അവർ ചെറുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ വയലൻസ് പ്രയോഗിക്കുന്നുണ്ടാവാം.
ചരിത്രത്തിൽ എമ്പാടും അങ്ങനെയാണല്ലോ. ഒരു ഘട്ടത്തിൽ നമ്മൾ ടെററിസ്റ്റ് എന്ന് വിളിച്ചിരുന്ന ആൾക്കാർ പിൽക്കാലത്ത് അത് സ്വതന്ത്ര സമര സേനാനികളാവും. ഭഗത് സിംഗ് ഒരു കാലത്ത് ടെററിസ്റ്റ് ആയിരുന്നു, ഇന്ന് നമ്മളെ സ്വതന്ത്ര സമര സേനാനിയാണ്. അപ്പം അതുപോലെ ഭാവിയിൽ ഒരു പക്ഷേ പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് അവർ ഈ സംഘടനയെ സ്വതന്ത്ര സമര സേനാനികൾ എന്ന് വിളിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ ഇട്ടിരുന്നു. യൂട്യൂബ് ഇത് കണ്ടിട്ട് ഞാനൊരു ടെററിസ്റ്റ് സംഘടനയെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ 5 മാസത്തേക്ക് ഒരു പൈസ യൂട്യൂബ് എനിക്ക് ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ മോണിറ്റൈസേഷൻ പൂർണ്ണമായും യൂട്യൂബ് ബ്ലോക്ക് ചെയ്തു. ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് തിരിച്ച് തർക്കിക്കാൻ പറ്റില്ല. ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു. മെയിലിൽ റിപ്ലൈ വന്നു, യു ആർ വയലേറ്റിംഗ് അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് റിപ്ലൈ. നിങ്ങളുടെ ഞാൻ അപ്പീൽ ചെയ്തു, അപ്പീൽ ഈസ് റിജക്റ്റഡ്, വിത്തിൻ 1 സെക്കൻഡ് റിജക്റ്റ് ചെയ്യപ്പെട്ടു എൻ്റെത്. വേറൊരു തമാശ, അത് കേട്ട് നിങ്ങൾ ചിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ കണ്ടന്റ് മോഡറേഷന് വേണ്ടി അൽഗോരിതം ഉണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഒരു സാധനം സൂയിസൈഡിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ്. ഓക്കെ, അതിന് തമാശ എന്ന് വെച്ചാൽ പക്ഷേ 2001 കോവിഡിന് മുമ്പാണെന്ന് തോന്നുന്നു, നമ്മൾ IDSFK നടക്കുമ്പോൾ, ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിൽ മുഖ്യ ഗസ്റ്റായിട്ട് വന്നത് സായിനാഥാണ്, P. സായിനാഥ്. അപ്പോൾ അദ്ദേഹം അന്ന് അരവിന്ദൻ മെമ്മോറിയൽ പ്രഭാഷണം നടത്തി. അരവിന്ദൻ മെമ്മോറിയൽ പ്രഭാഷണമാണെന്ന് തോന്നുന്നു ആ പ്രഭാഷണത്തിൻ്റെ പേര്. അതിൽ വിഷയം ഫാമർ സൂയിസൈഡ് എന്നാണ്. അപ്പോൾ ഫാമർ സൂയിസൈഡിനെ കുറിച്ച് അദ്ദേഹം 1 മണിക്കൂറിൻ്റെ ഗംഭീരമായിട്ടുള്ള പ്രഭാഷണം നടത്തി. ഇംഗ്ലീഷിലാണ്. ഞാനത് എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ, എന്താ കാരണം, നിങ്ങൾ സൂയിസൈഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് യൂട്യൂബിൻ്റെ കണ്ടെത്തൽ. ഫാമർ സൂയിസൈഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ കണ്ടംപററി പൊളിറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബ് പറയുകയാണ് നിങ്ങൾ സൂയിസൈഡിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന്. സൂയിസൈഡ് എന്ന വാക്ക് അദ്ദേഹം ഒരു 60 തവണ അതിനകത്ത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അൽഗോരിതം അതിനെ കമ്മ്യൂണിറ്റിക്ക് കാണാൻ പറ്റാത്ത സാധനമാണെന്ന് തീരുമാനിച്ചത്. ഞാൻ അവസാനം തർക്കിച്ച് ഞാനത് വിട്ടുകളഞ്ഞു. അതിൻ്റെ തമാശ അതല്ല, ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത്, അതിൻ്റെ മോണിറ്റൈസേഷൻ ഇപ്പോഴും ഓഫാണ്, അതിപ്പോഴും അതിന് മോണിറ്റൈസ് ചെയ്തിട്ടില്ല ആ വീഡിയോ. 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വന്നു, നിങ്ങൾക്ക് മാനസിക സംഘർഷമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊരു കൗൺസിലറുടെ സഹായം തേടേണ്ടതാണ്. കാരണം എൻ്റെ വീഡിയോയിൽ സൂയിസൈഡിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് യൂട്യൂബ് എന്നെ അഡ്വൈസ് ചെയ്യുകയാണ്. ഇങ്ങനെയാണത് യൂട്യൂബ് ചെയ്യുന്നത്. ഇതുമാത്രമല്ല, ഫേസ്ബുക്കിൽ, ഞാനും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ആൾ ദൈവത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടു. മലയാളിയല്ല, അയൽപക്കത്തുള്ള കർണാടകയിലുള്ള നല്ല ഇംഗ്ലീഷ് ചറപറ പറയാൻ സാധിക്കുന്ന ഒരു ആൾ ദൈവം. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ കേസിനെ വച്ചിട്ട് കൃത്യമായിട്ട് അതിൽ വന്ന വാർത്തകൾ വച്ചിട്ട് ഒരു ഫേസ്ബുക്ക് വീഡിയോ ഞാൻ ഇട്ടു. വിത്തിൻ 1 ഡേ എൻ്റെ മോണിറ്റൈസേഷൻ 2 മാസത്തേക്ക് ഫേസ്ബുക്ക് ഓഫ് ചെയ്തു. ഫേസ്ബുക്കിനുള്ള പ്രശ്നം വെച്ചാൽ ഇതുപോലെ നമുക്ക് യൂട്യൂബിനെ പോലെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. നമുക്ക് ഒരു തവണ നമുക്ക് അപ്പീൽ ചെയ്യാം, അത് അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ തന്നെയാണ്. ചില ആൾക്കാരുടെ വീഡിയോസിന് ഓട്ടോമാറ്റിക്കലി ആ വ്യൂസ് കുറയുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്, ഇവർക്കിത് എങ്ങനെ സാധിക്കുന്നുവെന്ന്. അതൊരു പക്ഷേ അൽഗോരിതത്തിൻ്റെ മാത്രം ഇടപെടലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കൃത്യമായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർഫറൻസ് നടക്കുന്നുണ്ടോ എന്ന് സംശയം എനിക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഈ യൂട്യൂബും ഫേസ്ബുക്കും എൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തതുകൊണ്ട് ഏറ്റവും വലിയ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കലാകാരനെയും ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് സെൽഫ് സെൻസർഷിപ്പാണ്. നാളെ ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആലോചിക്കും, ഇത് അപ്ലോഡ് ചെയ്താൽ എനിക്ക് പണി കിട്ടുമോ, ഇത് അപ്ലോഡ് ചെയ്താൽ എൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുമോ. ആ റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പക്ഷേ വളരെ സാറ്റിസ്ഫാക്ടറിയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും. കാരണം ചെയ്യുന്ന കണ്ടൻറ്റ് ഇത്രയും ആളുകളിലേക്ക് എത്തുന്നു എന്നതും നമ്മൾ ചെയ്യുന്നത്
കേരളത്തിൽ നടന്നു വന്നിട്ടുള്ള നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഇങ്ങേ കോണിലുള്ള ഒരു ചെറിയ ശ്രമമാണ് എന്നത്. നവോത്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ ചെയ്ത ഏതോ കാലത്ത് നിന്നുപോയ ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ല, അത് തുടർച്ചയായ പ്രവർത്തനങ്ങളാണ്. തുടർച്ചയായ ഓരോ ചെറിയ സ്റ്റെപ്പും നവോത്ഥാന പ്രവർത്തനം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ജയശ്രീയും മൈത്രേയനും സെക്സ് വർക്കേഴ്സിനെ ഓർഗനൈസ് ചെയ്യുന്നതും ഒരു നവോത്ഥാന പ്രവർത്തനമാണ്. സാറാ ജോസഫും കെ അജിതയും വിമൻസ് റൈറ്റ്സിന് വേണ്ടി സമരം ചെയ്യുന്നതും നവോത്ഥാന പ്രവർത്തനമാണ്. പരിഷത്ത് ചെയ്യുന്നതും VMFT ചെയ്യുന്നതും ഒക്കെ നവോത്ഥാന പ്രവർത്തനങ്ങളാണ്. അതിന് നമ്മൾ ആരും നവോത്ഥാന പ്രവർത്തനങ്ങളൊന്നും വിളിക്കുന്നില്ല എന്നുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ചാർത്തിയിട്ട് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് സംസാരിക്കുന്ന ഓരോ വ്യക്തിയും, എഴുതുന്ന ഓരോ മനുഷ്യനും, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ആകട്ടെ, ഒരു കമൻ്റ് ആകട്ടെ, ഈ വർഗീയതയുടെ കാലത്ത് ചെയ്യുന്ന ഓരോ കമൻറ്റും ഒരു ചെറുത്തുനിൽപ്പാണ്, ഒരു നവോത്ഥാന പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ ഇതിന് താങ്കളുടെ ഈ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, അതേസമയം നോർത്തിൽ എസ്പെഷ്യലി ഇപ്പോൾ ഞങ്ങൾ റിസർച്ചേഴ്സ് പറയാറുണ്ട്, ഒരു ഹേറ്റ് എക്കണോമി തന്നെയുണ്ട്. ആസ്പിറേഷണൽ ഹേറ്റ്രെഡ് എന്നാണ് അപ്പദുരെ അതിനെ വിളിക്കുന്നത്. അതായത് ഈ ഒരു ഇതിൽ കയറി വരണമെങ്കിൽ കുറച്ച് ഹേറ്റ് സ്പീച്ച് പറഞ്ഞാൽ യൂട്യൂബിൽ സ്റ്റാർ ആവാം. അങ്ങനെ അതായത് ഒരു തോക്ക് വെച്ച് പാട്ട് പാടുന്ന, വെടിവെക്കൂ എന്ന് പറയുന്ന അങ്ങനത്തെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പലരും, ഒരുപാട് റിസർച്ചേഴ്സും ഒരുപാട് ജേർണലിസ്റ്റും ഒക്കെ പറഞ്ഞിട്ടും യൂട്യൂബ് അവരെ ആരെയും മാറ്റാറില്ല. ഫേസ്ബുക്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് കോൺട്രവേഴ്സീസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ ഇത്രയും കണ്ടന്റ്, താങ്കളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇത്രയും സെൻസർഷിപ്പ് വരുമ്പോൾ വേറൊരു തരത്തിലൊരു ഹേറ്റ് എക്കണോമിയും ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ത്രൈവ് ചെയ്യുന്നുണ്ടല്ലോ. ഇടതുപക്ഷം പുരോഗമന ചിന്താഗതി എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റമാണ്. ഈ എക്കോസിസ്റ്റത്തിൽ പല സംഘടനകൾ, അത് മതസംഘടനകൾ ഉൾപ്പെടെ സെക്യുലർ ആയിട്ടുള്ള എല്ലാ സംഘടനകളും ശാസ്ത്ര പ്രസ്ഥാനങ്ങളും ഒക്കെ ചേർന്ന ഒരു എക്കോസിസ്റ്റം ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അഭാവമാണ് ബംഗാളിൽ നമ്മൾ കണ്ടതെന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നോർത്ത് ഇന്ത്യയിൽ ഈ സോഷ്യൽ മീഡിയ വരുമ്പോൾ അതിനെ ഏറ്റവും അധികം യൂട്ടിലൈസ് ചെയ്യാൻ അവിടുത്തെ ശക്തികൾക്ക് സാധിച്ചതുകൊണ്ട് അതിനെ ചെറുത്തു നിൽക്കാൻ വളരെ കുറച്ച് പേരെ ഉള്ളത് കൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് അവരുടെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കാൻ വലതുപക്ഷ ശക്തികൾക്ക് സാധിച്ചത്. കേരളത്തിൽ പക്ഷേ ഇന്ന് അവർ അതുപോലെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സോഷ്യൽ മീഡിയ എൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്കോ യൂട്യൂബോ അല്ല, വാട്സപ്പാണ്. കാരണം വാട്സപ്പിനകത്ത് ഗ്രൂപ്പുകളുണ്ടല്ലോ. നമ്മളെല്ലാവരും ഏതെങ്കിലും ഫാമിലി ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സ് അല്ലേ? നമ്മൾ മെമ്പേഴ്സായിട്ടുള്ള ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന പോസ്റ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എത്ര ആപൽക്കരമായിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകളാണ് അത്തരം ഗ്രൂപ്പുകളിലൂടെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പം നമ്മളെന്താ ചെയ്യുക? നമ്മൾ അത്യാവശ്യം പുരോഗമന വിശ്വാസികളും സ്വയം വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൊരു കമൻറ്റ് വന്നാൽ നമ്മൾ അതിനെതിരെ നമ്മളത് എടുത്തുടുക്കും എന്നല്ലേ പറയാം. നമ്മൾ തേച്ചൊട്ടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കാര്യകാരണ സഹിതം നമ്മളതിനെ പൊളിച്ചെടുക്കുന്ന ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ അഡ്മിൻ ഓടി വരും, എന്ത് പറയും? ഇവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല, രാഷ്ട്രീയം പറയരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യും, ഓ ശരിയാണല്ലോ, രാഷ്ട്രീയം പറയാൻ പാടില്ല, നമ്മളെന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും കേശവ മാമന്മാർ അല്ലെങ്കിൽ മാമിമാർ ഒരു പോസ്റ്റ് ഇടും, അടുത്തൊരു പോസ്റ്റ് ഇടും. അപ്പം നമുക്ക് വീണ്ടും നമ്മൾ കളി കൊള്ളും. നമ്മൾ അടുത്തൊരു റിപ്ലൈ അതിന് ശക്തമായി കൊടുക്കും. അപ്പോഴും നമ്മളെ മോഡറേറ്റർ പറയും, ഈ ഗ്രൂപ്പിൽ ആരും രാഷ്ട്രീയപരമായിട്ട് ഇടപെടരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാക്കൗട്ട് ചെയ്യുന്നത് പറഞ്ഞ് നമ്മൾ അപ്പം ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. നമ്മൾ എക്സിറ്റ് ചെയ്യും. പക്ഷേ ആ നെഗറ്റീവ് കമൻ്റ് ഇട്ട ആൾ എക്സിറ്റ് ചെയ്യോ? ഇല്ല. അവർ ആ ഗ്രൂപ്പിൽ തന്നെ നിൽക്കും. അവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എക്സിറ്റ് ചെയ്ത് പുറത്ത് വന്നിട്ട് ഈ കേശവ മാമന്മാരെയും മാമിമാരെയും ജനറലൈസ് ചെയ്ത് നമ്മൾ കുറ്റം പറഞ്ഞു ചെയ്യും. ഇതുപോലുള്ള മൈക്ക് കിട്ടിയാലെല്ലാം അല്ലേ? അപ്പോൾ വളരെ സൂക്ഷ്മമായ തലങ്ങളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഇവർ അവരുടെ വർഗീയത രാഷ്ട്രീയം ഇങ്ങനെ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെ ചെറുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. ഇപ്പം എന്നെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നേരിടുന്ന അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കിയാൽ അത് പ്രചരിപ്പിക്കുന്നത് ആര് എന്നൊരു ചോദ്യമുണ്ട്. മറ്റവർക്ക് വളരെ സ്ട്രോങ് ആയ ഒരു നെറ്റ്വർക്ക് ഉണ്ട് അല്ലേ? ഫാത്തിമ എത്ര മിനിറ്റ് കൊണ്ടാണ് ഡൽഹിയിലൊരു
മെസ്സേജ് ഉണ്ടാക്കിയാൽ ഇവിടെ എത്തിക്കാൻ പറ്റുന്നത്? ഐ തിങ്ക് 12 മിനിറ്റ് ആണെന്ന് തോന്നുന്നു അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നൊരു മെസ്സേജ് IT സെൽ വഴി ലാസ്റ്റ് വരെ വരുന്ന ഒരു ഇലക്ഷൻ മെസ്സേജ് ലാസ്റ്റ് എൻഡ് വരെ വരാൻ ഐ തിങ്ക് 12 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നു. അതിനോടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾ എത്ര പേര് ഷെയർ ചെയ്യാറുണ്ട്? ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നത്. പക്ഷേ അത് അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ സംഘടിതമായ ഷെയറിങ് നടക്കുന്നില്ല എന്നതാണ് വേറൊരു വലിയൊരു പ്രശ്നം. നമ്മൾ സംഘടിതമായ ഷെയറിങ് നടക്കുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് അവരെ എതിരാളികളെ ആക്രമിക്കാൻ വേണ്ടി സംഘടിതമായിട്ടുള്ള, അത് ലെഫ്റ്റും റൈറ്റും എല്ലാം ചെയ്യാറുണ്ട് സംഘടിതമായിട്ടുള്ള ആക്രമണം. പക്ഷേ എന്തെങ്കിലും ആശയത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എത്ര സംഘടിതമായിട്ടുള്ള ഷെയറിങ് നടക്കാറുള്ളത് കുറവാണ് എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരസ്പരം അത് ഷെയർ ചെയ്യുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യാൻ സാധിക്കാത്തതാണ് പലപ്പോഴും ഈ പുരോഗമന സംഘടനകൾക്ക് ഇപ്പോഴും സാധിക്കാത്തത്. ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും പഴയ രീതിയിൽ നിന്നും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ നടത്തി വിജയിച്ചിട്ടുള്ള ഫോർമാറ്റിൽ നിന്ന് പൂർണ്ണമായും പുറത്തേക്ക് വരാൻ നമ്മളിപ്പോഴും എന്താ ചെയ്യുക? പുരോഗമന സംഘടനകൾ നമ്മൾ മീറ്റിംഗ് വിളിക്കും, അല്ലേ? മീറ്റിംഗ് വിളിച്ചിട്ട് ഇപ്പോൾ KK മാഷിനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ രവിരാമസാറിനെ പോലുള്ള ആൾക്കാർ വന്ന് പ്രസംഗിക്കും കേരളത്തിൻ്റെ നവോത്ഥാനവും നമ്മളെ വളർച്ചയെക്കുറിച്ചൊക്കെ. ആരാ കേൾക്കുന്നത്? എല്ലാം 50+ ആൾക്കാരായിരിക്കും, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ തന്നെ യങ്സ്റ്റേഴ്സായ ആൾക്കാർ വളരെ കുറവല്ലേ? കാരണം ഇന്ന് ഇപ്പോൾ അവർ വിവരങ്ങൾ തേടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെയാണ്. മാറിയ കാലത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഉള്ള കാര്യം. പിന്നെ മറ്റത് വളരെ പൈസ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു കളിയാണ്. ലക്ഷങ്ങളും കോടികളുമാണ് മറ്റേ സൈഡിൽ ഉപയോഗിക്കുന്നത്. ഇത് ഡേവിഡും ഗോലിയത്തും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അത്രയും പൈസ നമുക്ക് ചിലവഴിക്കാൻ ഇല്ലെങ്കിലും നമുക്ക് പറ്റുന്നത് നമ്മൾ നടത്തി വിജയിപ്പിച്ചിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ചെയ്താൽ ഓഫ്ലൈനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓഫ്ലൈനും ഓൺലൈനും പരസ്പരം പൂരകമായി പ്രവർത്തിക്കുക എന്നാണ്. 24 മണിക്കൂറും ഫേസ്ബുക്ക് നോക്കരുത്. ഫേസ്ബുക്കിലുള്ള വിപ്ലവം വരത്തില്ല. കമ്മ്യൂണിസത്തെ നിങ്ങൾക്ക് തകർക്കാനോ ചെറുക്കാനോ പറ്റില്ല. അതിന് നിങ്ങൾക്ക് തെരുവുകളിൽ പോയേ പറ്റൂ. അതിനുള്ള ഒരു ടൂളായിട്ട് ഫേസ്ബുക്കും യൂട്യൂബും ഉപയോഗിക്കുക എന്നതാണ്. രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഈ കമൻറ്റുകൾ പറഞ്ഞല്ലോ, അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ ഇടുമ്പോൾ അത് ലക്ഷങ്ങൾ ആൾക്കാരെ കാണുമല്ലോ. അതിന് താഴെ ഒന്ന് കമൻറ്റ് നിങ്ങളൊന്ന് എൻ്റെ പേജിൽ കയറി ആരെങ്കിലും കമൻറ്റ് നോക്കിയിട്ടുള്ളവർക്കെല്ലാം അറിയാം എന്ത് നല്ല മനോഹരമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. എത്ര അസഭ്യ വർഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2-3 പ്രഭാഷകർ വിളിച്ചിട്ട് പറഞ്ഞു, ബിജു സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൂടെ, ഇത് ഡിലീറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ എത്രയെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യുക? നമുക്ക് വേറെ പണി. ദിവസം 3 വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണം, 1 വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, അതിനിടയ്ക്ക് കമൻറ്റും കൂടെ ഡിലീറ്റ് ചെയ്യാതിരുന്ന വേറെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കയറിയിട്ട് അതിനൊരു ഫിൽറ്ററിങ് സിസ്റ്റം ഉണ്ട്. എനിക്കറിയാവുന്ന മലയാള ഭാഷയിലെ എല്ലാ തെറിയും ഞാൻ അതിനകത്ത് അടിച്ചു കയറ്റി. ആ തെറികളൊന്നും ഉള്ള കമൻറ്റുകളെല്ലാം ഫിൽറ്റർ ചെയ്ത് മാറ്റും എന്ന് മനസ്സിലായല്ലോ. ഇനി സമാധാനം, ഇനി എൻ്റെ പ്രഭാഷകർക്ക് ഒന്നും തെറി കിട്ടില്ല എന്നുള്ള സന്തോഷത്തിൽ ഞാനിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് കുത്തനെ താഴെ പോയി. എന്തുകൊണ്ടാണ്? കാരണം ഫേസ്ബുക്ക് ഈ അൽഗോരിതം ഉണ്ടല്ലോ, ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം, അത് റിയാക്ഷൻസ് കുറയുമ്പോൾ, കമൻറ്റ് കുറയുമ്പോൾ ആ അൽഗോരിതം എങ്ങനെയാണ് അതിനെ കാണുന്നത്? എൻ്റെ വീഡിയോസിന് പോപ്പുലാരിറ്റി ഇല്ല, ആൾക്കാർ ഈ വീഡിയോയോട് പ്രതികരിക്കാൻ മടിക്കുന്നു, അതിൻ്റെ അർത്ഥം ഇനി ഞങ്ങൾ അധികം ആൾക്കാർക്ക് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യില്ല എന്ന് അൽഗോരിതം തീരുമാനിച്ചു. എൻ്റെ വ്യൂസ് കുത്തനെ ഇടിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അൽഗോരിതത്തിന് മുമ്പിൽ ശാസ്ത്രാംഗം വീണു. അത് ലേലു അല്ലു ഞാൻ പോയിട്ട് ആ തെറികളെല്ലാം അതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പോൾ കമൻറ്റ് കുത്തനെ കൂടി, വ്യൂസും കുത്തനെ കൂടി. ഞാനിത് തമാശയായിട്ട് പറഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിക്കുക, നേരായ നെറിവായ രീതിയിൽ ഫേസ്ബുക്കിൽ ഒരു ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ, ഒരു പേജ് നടത്തിക്കൊണ്ടു പോകാൻ എന്ത് പ്രയാസമാണ്. അൽഗോരിതം സമ്മതിക്കുന്നില്ലെന്നേ. അൽഗോരിതം എന്നിട്ട് പറയാം, അൽഗോരിതം എന്താ പറയുക? ഞങ്ങളുടെ പ്ലാറ്റ്ഫോം മാത്രമാണല്ലോ, നിങ്ങളാണല്ലോ തെറി വിളിക്കുന്നത്, ഞങ്ങൾ തെറ്റില്ലല്ലോ. ആ തെറി ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു മെക്കാനിസം ചെയ്തപ്പോൾ എൻ്റെ വ്യൂസ് കുത്തനെ ഇടിഞ്ഞു. ഇങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പരസ്യമായിട്ട് വന്നിട്ട് നമ്മളെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടല്ല, വളരെ ഇത്തരം ന്യൂവാൻസ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അച്ചടി വളർന്നു വന്ന ആ ഒരു അച്ചടിയുടെ വ്യാപനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് നമുക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതുപോലെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വ്യാപനവും അതുപോലെ തന്നെ ഒരു വലതുപക്ഷവൽക്കരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ചേഞ്ചസിനെ കാണുന്നത്? ലോകത്തെമ്പാടും ഡിജിറ്റൽ മീഡിയയുടെ വളർച്ച, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ആൾസോ കോയിൻസൈഡ് വിത്ത് റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ വളർച്ചയുമായിട്ട് കൃത്യമായിട്ട് നമ്മളതിനെ ഒരു റിലേഷനുണ്ട്. അതുമൂലമാണ് ഇതുമൂലമാണ് അതെന്നോ ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷ ഇതിനകത്ത് നമുക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഫ്ലൈനും ഓൺലൈനുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു കൂടിച്ചേരൽ നടന്നാൽ നമുക്ക് ഒരു പ്രതിരോധം സാധ്യമാണ്. തിരിച്ചു നടക്കാതിരിക്കാനെങ്കിലും നമുക്ക് സാധിക്കുമെന്നാണ്. അതിന് നമ്മുടെ തെരുവുകളിലും നമ്മളെ പൊതു ഇടങ്ങളിലും നമ്മളുടെ കോൺഗ്രസ് ആയാലും ഇടതുപക്ഷ പാർട്ടികളായാലും എല്ലായിടത്തും എനിക്ക് പറയാനുള്ള കാര്യം, ദയവായിട്ട് നിങ്ങൾ ഈ വലിയ രീതിയിലുള്ള കോൺഗ്രസ്സുകൾ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ സാംസ്കാരിക കോൺഗ്രസ്, ഹിസ്റ്ററി കോൺഗ്രസ്, നിങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് കേൾക്കുന്നു, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അതൊന്ന് ഷൂട്ടിക്കുന്നു, ലോകത്തിലെ ആൾക്കാർക്ക് എത്തിക്കുന്നത് നല്ലതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നത്. അവിടെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി, പുതിയ ജനറേഷന് വേണ്ടി അവർക്ക് പങ്കുചേരാൻ പറ്റുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ടോ? അതിന് പൂരകമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും സാധ്യമാണ്. കേരളത്തിൽ ഇനിയും അതിനുള്ള, കേരളത്തിലെങ്കിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് ഇത് ഒയാസിസ് ആണെന്നാണ് കേരളം. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്നല്ലോ എന്നാണ്. ആ സ്പേസ് ഇപ്പോഴെങ്കിലും നമുക്കുണ്ട്. അത് നമുക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു ബിജു, ഇങ്ങനെ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്തതിന്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓഡിയൻസിൻ്റെ നിന്ന് സ്വീകരിക്കാം.